السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همز ونفخ ونفث. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. സഹോദരന്മാരെ, റമളാൻ മാസത്തിലാണ് നാം ഇപ്പോഴുള്ളത്. റമളാനിലെ ഖൈറ് വളരെ വലുതും മഹത്തരവുമാണ്. ആ ഖൈറ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, മഹറൂമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. റമളാൻ മാസത്തെ സൗമിനു വേണ്ടി, നോമ്പിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം പറഞ്ഞത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിന്റെ അവതരണം റമളാൻ മാസത്തിലാണ് എന്നതിനാലാണ്. ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് റമളാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് 11 മാസങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത റമളാനിന് നൽകിയത്. റമളാൻ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. റമളാനിൽ ഒരു രാത്രിയുണ്ട്, അത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഗുണകരമായിട്ടുള്ള ഒരു മാസമാണ്. ആ രാവാണ്. ആ രാവിന് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവ് എന്നാണ് പറയാം. ആ ലൈലത്തുൽ ഖദർ അത് ഖുർആൻ ഇറങ്ങിയിട്ടുള്ള രാവാണ്. ആ രാവിന് ആ പ്രത്യേകത കൽപ്പിക്കുന്നത് ഖുർആനിന്റെ ഇറക്കം, അവതരണം അന്നായതുകൊണ്ടാണ്. അപ്പൊ റമളാൻ മാസവും റമളാൻ മാസത്തിന്റെ ഫളായിലുകളും റമളാൻ മാസത്തിന്റെ ലൈലത്തുൽ ഖദറും ആ ലൈലത്തുൽ ഖദറിന്റെ സവിശേഷതകളും എല്ലാം തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്, വചനമാണ്. അത് സൃഷ്ടിയല്ല, ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ല, അത് മുനസ്സലാണ്. അള്ളാഹുവിന്റെ വചനമാണ്, കലാമാണ്, മുനസ്സലാണ്, അള്ളാഹു ഇറക്കിയതാണ്.
ഏഴാകാശങ്ങൾക്കും ഉപരിയിൽ നിന്ന് അള്ളാഹു കീഴ്ലോകത്ത് ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി, അവരെ സന്മാർഗം കാണിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം അത് ഭാസുരമാക്കി തീർക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുള്ള വചനമാണ്. അവന്റെ വചനമാണ്, സൃഷ്ടിയല്ല ഖുർആൻ. ഖുർആൻ അവന്റെ വചനമാണ്. അത് അവനിൽ നിന്നുള്ളതും അവനിലേക്ക് തന്നെ മടങ്ങാനുള്ളതുമാണ്. ഖുർആനിനെ കുറിച്ച് ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്ന വിശ്വാസം. മറ്റാരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ഖുർആനിനെ കുറിച്ച് വർണ്ണിച്ചാലും അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുചിതമായ വർണ്ണനകളായിരിക്കാം. പക്ഷേ ഖുർആനിനെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാനുള്ള, നമുക്ക് സ്വീകരിക്കാനുള്ള, നമുക്ക് വിശ്വസിക്കാനുള്ള വിവരണം ഇതാണ്. അൽ ഖുർആനു കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ് മിൻഹു ബദഅ വ ഇലൈഹി യഊദ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. മുനസ്സൽ, ഉപരിലോകത്ത് നിന്ന് കീഴ്ലോകത്തേക്ക് ഇറക്കിക്കൊടുത്തതാണ്. ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ല. അത് അള്ളാഹുവിൽ നിന്നുള്ളതും അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നതുമാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഒരു അണുഅളവ് മാറ്റം പാടില്ലാത്തതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. ഖുർആൻ ഖൽഖാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹത്തിന് ഒഴിവായി കിട്ടുമായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും അള്ളാഹുവിനെ തൃപ്തിയുണ്ടാക്കാത്ത, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായേക്കാവുന്ന ഒരു കാര്യം മഹാനായ ആ ഇമാം ഒരിക്കലും അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞില്ല. ഖുർആൻ ഗൈറു മഖ്ലൂഖ്, കലാമുല്ലാഹി മുനസ്സൽ ഗൈറു മഖ്ലൂഖ്, ഇതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പലരും ഉറച്ചു നിന്നു. പരീക്ഷണങ്ങളിൽ, തീവ്രമായ പരീക്ഷണങ്ങളിൽ ചിലർ പതറിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് എന്നോടും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ഉണർത്തുന്നത്, ഖുർആനിനെ സംബന്ധിച്ചുള്ള വർണ്ണന, അഹ്ലുസുന്നക്ക് സ്വീകാര്യമാകുന്ന വർണ്ണന, അഹ്ലുസുന്ന സ്വീകരിക്കുന്ന ആശയം, അഹ്ലുസുന്ന സ്വീകരിക്കുന്ന വിശ്വാസ പ്രമാണം, അൽ ഖുർആനു കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ് മിൻഹു ബദഅ വ ഇലൈഹി യഊദ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അത് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിയല്ല. അത് അള്ളാഹുവിൽ നിന്നുള്ളതും അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതുമാണ്. ഇതാണ് അഹ്ലുസുന്ന അടിയുറച്ചു വിശ്വസിക്കുന്ന വിശ്വാസം. ഇതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഈ വിശ്വാസത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിക്കണം. ഒരു കാരണവശാലും ആർക്കും ഇളക്കാൻ സാധിക്കാത്ത വിധം അത് വിശ്വാസം നമ്മുടെ മനസ്സിൽ യഖീനായി രൂപപ്പെടണം. അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ
നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ അയൽവാസികളെ, നാമുമായി ബന്ധപ്പെടുന്നവരെ ആ കാര്യം അറിയിക്കണം, അതിലേക്ക് ക്ഷണിക്കണം. കലാം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ വചനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്, ഗുണവിശേഷണം അള്ളാഹുവിന്റെ സിഫത്താണ്. ആ കലാം ഭൂലോകത്തേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവിലാണ്. ആ രാവ് റമളാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് റമളാൻ മാസത്തിന് ഇത്തരത്തിലുള്ള ഒരു സവിശേഷത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റമളാനിൽ അല്ലാഹുവിനുള്ള ത്വാഅത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ത്വാഅത്തുകൾ നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ പഠിക്കുക, മുദാറസത്തുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും. റമളാനിൽ ജിബ്രീലു അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരാറുണ്ട്. അതുവരെ അവതരിച്ചിട്ടുള്ള ഖുർആനിക സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മുദാറസ നടത്താറുണ്ട്. അവസാനത്തെ വർഷം ഖുർആൻ 2 ആവർത്തി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മുദാറസ നടത്തിക്കൊടുത്തു എന്നത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിനാൽ റമളാനിലുള്ള നമ്മുടെ സമയം അള്ളാഹുവിനുള്ള ത്വാഅത്തുകളിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൽ പ്രാമുഖ്യം നൽകേണ്ട ഒരു കാര്യം അത് ഖുർആൻ പഠനത്തിന് തന്നെയാണ്. ഖുർആൻ പഠനത്തിന് തന്നെയാണ്. ഈ ബോധ്യത്തിലാണ് റമളാനിന്റെ പകലിൽ അസ്ർ നമസ്കാരത്തിന് ശേഷം ഇഫ്താറിന്റെ കുറച്ചു മുമ്പ് വരെ ആർക്കൊക്കെ സൗകര്യപ്പെടുമോ അവര് കേൾക്കാവുന്ന തരത്തിൽ ഞാൻ ഖുർആൻ വായിക്കാനും പഠിക്കാനും തീരുമാനിച്ചത്. ഞാനത് വായിക്കുന്നു, അതിലെ മആനികൾ, അതിലെ ആശയങ്ങൾ ഗൃഹപാഠം ചെയ്യുന്നു. അത് പരമാവധി എനിക്ക് കഴിയുന്നത് പോലെ എന്റെ ജീവിതത്തെ സ്വാധീനിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞാൻ ശ്രമിക്കുന്നു. ഈ കാര്യം ഞാനത് വായിക്കുകയും ഗൃഹപാഠം നടത്തുകയും ചെയ്യുമ്പോൾ, ഓൺലൈനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ആർക്കെങ്കിലും അത് ഉപകരിച്ചുവെങ്കിൽ അവർക്കത് ഹൈറാവട്ടെ. അതിൽ നിന്ന് ഒരു വിഹിതം, അള്ളാഹു അതിന്റെ പ്രതിഫലത്തിൽ നിന്നൊരു വിഹിതം എനിക്ക് നൽകുമാറാകട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ റമളാനിൽ നമ്മൾ പറഞ്ഞിരുന്ന ഭാഗം അതിന്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആയത്തുകൾ നമുക്ക് കഴിയുന്നത്ര നമ്മൾ വായിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലെ ആശയങ്ങൾ നമ്മൾ പഠിക്കുക എന്നതിലുപരി ആ ആശയങ്ങൾ പഠിച്ചത് അമലാക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ അമലാക്കണം എന്നതിന് കൂടി ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. 45-ാമത്തെ ആയത്ത്, സൂറത്തുൽ കഹ്ഫിലുള്ള 45-ാമത്തെ ആയത്ത്, വളരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. وضرب لهم അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. വളരിബ് ലഹും, അവർക്ക് ഒരു ഉപമ പഠിപ്പിച്ചു കൊടുക്കുക. ഏതിനെക്കുറിച്ചുള്ള ഉപമയാണ്? ളറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉപമ പറഞ്ഞു കൊടുക്കാനാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവിടുത്തെ ദൗത്യം ഏറ്റെടുക്കുന്ന അഥവാ ദീൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾക്ക്, ഉലമാക്കൾക്ക് അത് കടമയായിത്തീരുന്നു. അനുബന്ധമായി അത് കടമയായിത്തീരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു. പിന്നീട് സഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള തലമുറയിൽ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ അവർ ഈ കാര്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. ദുനിയാവിനെ കുറിച്ച് ഐഹിക ജീവിതത്തിന് ഒരു ഉപമ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. ഉപമകൾ വിവരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ്. കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഉപമകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഉപമകളിലൂടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകും. അതുകൊണ്ട് ഐഹിക ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഒരു ഉപമയിലൂടെ കാര്യം വിശദീകരിച്ചു കൊടുക്കുക. അങ്ങനെ ഉപമയിലൂടെ കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ ഉപമ കമാഇൻ അൻസൽനാഹു മിനസ്സമാ, ആകാശത്തുനിന്ന്, ഉപരിയിൽ നിന്ന്, ആകാശത്തുനിന്ന് വെള്ളം ഇറക്കിയതുപോലെയാണ്. ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കിയ കാര്യം. അങ്ങനെ ആകാശത്ത് നിന്ന് വെള്ളം ഭൂമിയിലേക്ക് ഇറക്കി, അള്ളാഹു ഇറക്കി. ഇറക്കിക്കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ആ വെള്ളം മുഖേന ഭൂമിയിൽ സസ്യജാലങ്ങൾ ഇടകലർന്ന് വളർന്നു വന്നു. പല തരത്തിലുള്ള സസ്യജാലങ്ങൾ, ചെറിയ ചെടികള്, വള്ളികള്, പടർപ്പുകള്, വൃക്ഷങ്ങള്, വലുതായി നിൽക്കുന്ന വലിയ മരങ്ങള്, ഒറ്റത്തണ്ടിൽ നിൽക്കുന്നത് അല്ല പടർന്നു നിൽക്കുന്നത്, എല്ലാം ഇവയെല്ലാം കൂടെ കൂടിക്കലർന്ന് നന്നായിട്ട് സസ്യങ്ങൾ വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിച്ചു? അത് നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന, പകിട്ടാർന്ന തരത്തിലുള്ള ഒരു നല്ല കാഴ്ച തന്നെ. അത് നോക്കുന്നവർക്ക് സന്തോഷമേകുന്നു, മനസ്സിന് വല്ലാത്ത ഒരു തുറവി നൽകുന്നു, നമ്മുടെ കണ്ണുകളെ അത് റാഞ്ചിയെടുക്കുന്നു. അങ്ങനെയുള്ള അതിമനോഹരമായി കിടക്കുന്ന ആ ഒരവസ്ഥയിൽ അത് എത്ര കാലം നിൽക്കും? കുറച്ചു കഴിഞ്ഞു ആ മഴ അങ്ങ് നിന്നു. സൂര്യൻ ശക്തമായി വെയില് നൽകിക്കൊണ്ടിരിക്കുന്നു. വേനൽ വരുന്നതോടുകൂടി ഇതെല്ലാം കരിഞ്ഞുണങ്ങി. ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ്, ഫഅസ്ബഹ ഹശീമൻ. ആ നന്നായി നമ്മുടെ കണ്ണിനെ റാഞ്ചിയെടുത്തിരുന്ന, നമ്മുടെ മനസ്സിനെ ഹഠാതാകർഷിച്ചിരുന്ന ആ കാഴ്ച പെട്ടെന്ന് അങ്ങ് മാറി. അവസാനം അത് ചവറുകളായി, ഉണങ്ങിയ വൈക്കോല് ചവറ്, അതാണ് ഹശീം. തദ്റൂഹു റിയാഹ്, കാറ്റടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാറ്റ് ആ ചപ്പുകളെയും ചവറുകളെയും കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിങ്ങനെ പറത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ കാറ്റ് പറത്തിക്കൊണ്ടുപോകുന്ന ചവറുകളാക്കി തീർത്തു അതിനെ. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ദുനിയാവിന്റെ അവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യുവത്വത്തിൽ അഹങ്കരിച്ചു നിൽക്കുമ്പോൾ, അവന്റെ കായികവും ശാരീരികവുമായ കഴിവുകൾ കൊണ്ട് അവൻ സമപ്രായക്കാരെയെല്ലാം മികച്ചു നിൽക്കുമ്പോൾ,
ദുനിയാവിലെ സമ്പത്തുകൾ, ദിർഹമുകളും ദീനാറുകളും അവൻ വാരിക്കൂട്ടുമ്പോൾ, അങ്ങനെ അവൻ എല്ലാവിധ ശഹവാത്തുകളും ദേഹേച്ഛകളിലും അവൻ മുഴുകിക്കഴിച്ചു കൂട്ടുമ്പോൾ, അങ്ങനെ പെട്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടുന്നത്. അവന്റെ ആരോഗ്യം ക്ഷയിക്കുന്നു, അവന്റെ സമ്പത്ത് നശിക്കുന്നു, അങ്ങനെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകുന്നു. അത് ഒന്നുമല്ലാതെ അവന്റെ ഈ വലിയ പ്രൗഢിയും അവന്റെ ഈ വലിയ പകിട്ടും അവന്റെ ഈ വലിയ അഹങ്കാരയും ഞാൻ വലിയവനാണ്, ഞാൻ മതിയായവനാണ് എന്നുള്ള അവന്റെ അവസ്ഥയുമൊക്കെ നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നു. അസ്ബഹ ഹശീമൻ തദുറൂഹു റിയാഹ്. കാറ്റിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തിക്കൊണ്ടിരിക്കുന്ന ചവറുകളെപ്പോലെ ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥ മനുഷ്യനുണ്ടാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ അവസ്ഥ. യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ഒരു ദൃഷ്ടാന്തം, നമ്മൾ മസല് ഉപമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കത് മനസ്സിലായി വരാൻ കുറച്ച് പ്രയാസമാണ്. ഇങ്ങനെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊരു ദൃഷ്ടാന്തമായി അവതരിപ്പിക്കുന്നതാണ് ഖുർആനിലുള്ള ഒട്ടുമിക്ക മസലുകളും. ഒരു ദൃഷ്ടാന്തം എന്നാണ് മലയാളത്തിൽ അതിന് പറയാവുന്ന ഏറ്റവും ഉചിതമായ വാക്ക്. ഒരു ദൃഷ്ടാന്തം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഐഹിക ജീവിതത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച്, അതിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം, ഇപ്പൊ ഇതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിലേക്കല്ല ഞാൻ പോകുന്നത്. മറിച്ച് ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിലെ മആനികൾ ഏറെക്കുറെ നമുക്ക് ഏറ്റ വ്യത്യാസത്തോടു കൂടി നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. നന്നായി മഴ കിട്ടി, ആ മഴയിലൂടെ ഒരു വസന്തം വിരിഞ്ഞു വന്നു. ആ വസന്തം തൊട്ടടുത്ത തോന വൈകാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് ഒരു ഉഷ്ണകാലം വരുന്നതോടുകൂടി ചവറായി, കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു ചവറാക്കി തീർക്കുന്നു. ഈ മാറ്റം, ഇത് തന്നെയാണ് ലൗകിക ജീവിതത്തിന്റെ ദൃഷ്ടാന്തം. ലൗകിക ജീവിതത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് അപ്പൊ അമല് ചെയ്യലെങ്ങനെ, അമല് ചെയ്യേണ്ടത് എങ്ങനെ? അപ്പൊ സ്വാഭാവികമായും ഇതിനെങ്ങനെയാണ് നമ്മൾ അമല് ചെയ്യുക? ഇതിന് നമുക്ക് അമല് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഈ ആയത്ത് നമ്മൾ മനസ്സ് വെച്ച് നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇതാണ്. എന്തെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന കാര്യം, ഇന്ന് നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ യുവാക്കളോ അതല്ലെങ്കിൽ മധ്യവയസ്കരോ നല്ല ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യത്തിൽ നമ്മളിപ്പോൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കരുതുക എന്നും ഈ ആരോഗ്യം എനിക്കുണ്ടാവും എന്നൊരു തോന്നലാണ് മനുഷ്യന്. അതിനാണ് ഗുറൂർ. അവൻ അതിൽ വഞ്ചിതനാണ്. അവൻ അവന്റെ ആരോഗ്യം കൊണ്ട്, ആരോഗ്യകാര്യത്തിൽ അവൻ വഞ്ചിതനാണ്. ഇങ്ങനെ വഞ്ചിതനാവരുത്. കാരണം ഇത് ഒരു വെയിലറിച്ചാൽ ഉണങ്ങിപ്പോകാനുള്ള, ചവറുകളായി കാറ്റിൽ പറന്നു പോകാനുള്ള കാര്യമാണ്. ഒരു വെയിൽ കൊണ്ട് ഉണങ്ങി ചവറായി തീരാനുള്ളതാണ് എന്ന തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്മൾ മഗ്റൂരിങ്ങളായി തീരില്ല, അതിൽ വഞ്ചിതരായി തീരില്ല. മറിച്ച് നമുക്ക് യാഥാർത്ഥ്യബോധം കൈവരും. അതേപോലെ ഞാൻ സമ്പത്തിന്റെ കാര്യത്തിൽ ആവശ്യത്തിനും ആവശ്യത്തിലപ്പുറവും സമ്പത്ത് എന്റെ കൈവശമുണ്ട്. ആവശ്യത്തിനും ആവശ്യത്തിലപ്പുറവും കൈവശമുണ്ട്. അങ്ങനെ പൈസ ഇങ്ങനെ ഇഷ്ടം പോലെ കയ്യിലിട്ട് കളിക്കുമ്പോൾ ആളുകളുടെ മനോഭാവം നമുക്കറിയാം. ഈ പൈസ എന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് എങ്ങനെ അറമാദിക്കാം, എങ്ങനെ അടിച്ചു പൊളിക്കാം, ഇതാണ് അവൻ ആലോചിക്കുന്നത്. ഇത് അള്ളാഹു പരീക്ഷണാർത്ഥം എന്റെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു
പരീക്ഷണോപാധിയാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. അതെന്റെ കഴിവ് കൊണ്ട്, അതെന്റെ സ്കില്ല് കൊണ്ട്, അതെന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊണ്ട്, അതെന്റെ മെറിറ്റ് കൊണ്ട്, അതെന്റെ വലിയ വലിയ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇത്തരം വലിയ വാക്കുകൾ പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് നേടാൻ പറ്റിയതാണ്, അത് മറ്റുള്ളവർക്കില്ലാത്തത് കൊണ്ട് അവർക്കാർക്കും എന്റെ അടുക്കൽ എത്താൻ പറ്റിയിട്ടില്ല, ഇത് എന്റെ സാമർത്ഥ്യം, അത് ഞാൻ എന്റെ എന്ന തോന്നൽ അവന് വരുന്നു. ആ തോന്നൽ വരുന്ന മനുഷ്യൻ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്തിന്റെ ബാക്കി തരത്തിലുള്ള മാനികളും വിശദീകരണങ്ങളും ധാരാളം നമുക്ക് കിട്ടാവുന്നതാണ്. നമ്മൾ വായിച്ചതും കേട്ടതും വായിച്ചിട്ടുള്ളതും കേട്ടതും ഇനിയും നമ്മൾ കേൾക്കാനിരിക്കുന്നതുമാണ്. അതിന്റെ കുറേ മേഖലകളിലേക്ക് ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സൗകര്യം പോലെ ഓരോ സമയത്ത് അത് പറയാം. പക്ഷെ ഇതിനെ അമലാക്കൽ എങ്ങനെ? ഇന്ന് ഖുർആൻ പഠിക്കുന്ന പലർക്കും അറിയാത്തൊരു കാര്യം, എങ്ങനെയാണ് അതിനെ നമ്മൾ അമലാക്കേണ്ടത്? ഇപ്പൊ വല്ലരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അത് സൂറത്തുൽ കഹ്ഫിലുള്ള 45-ാമത്തെ ആയത്ത്. ഏതാണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ സഹോദരന്മാര് അത് പാരായണം ചെയ്യാറുണ്ട്. പക്ഷെ അത് പാരായണം ചെയ്യാറുണ്ടെങ്കിലും അത് എങ്ങനെയാണ് അത് അമലാക്കേണ്ടത്? അതെങ്ങനെയാണ് അമലാക്കേണ്ടത്? അത് അമലാക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചനയും വന്നിട്ടില്ല. അത് അമലാക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾക്ക് ഒരു ധാരണയില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോ ദുനിയാവ് എന്ന് പറയാവുന്ന, ഇനി പറയുന്നുണ്ട് എന്താണ് ദുനിയാവ് എന്ന് തൊട്ട് ശേഷം. ദുനിയാവ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാന ഘടകങ്ങൾ എന്താണ്, അതിന്റെ പകിട്ടുകൾ എന്താണ്, അതിന്റെ വർണ്ണാഭമായ അവസ്ഥാവിശേഷങ്ങൾ എന്തൊക്കെയാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്താം. ഏതായിരുന്നാലും ദുനിയാവിനുള്ള ഒരു ദൃഷ്ടാന്തം ദുനിയാവ് അല്ലെങ്കിൽ ഐഹിക ജീവിതം, അതിനുള്ള ഒരു ദൃഷ്ടാന്തം നമുക്ക് പറഞ്ഞു തരികയാണ്. അത് മഴ ഇറങ്ങി ആ മഴവെള്ളം കൊണ്ട് വിവിധ തരത്തിലുള്ള സസ്യലതാദികൾ തഴച്ചു വളർന്നു, ഇടകലർന്ന് ഇടതൂർന്ന് തഴച്ചു വളർന്നു. അങ്ങനെ ആരുടെയും മനസ്സിനെയും കണ്ണിനെയും റാഞ്ചാൻ മാത്രം കണ്ണഞ്ചിപ്പിക്കുന്ന അത്രയും അതിമനോഹരമായ ഒരവസ്ഥാവിശേഷം, ഒരു വസന്തം അവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ആ വസന്തം കാണുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ഒരാൾ കരുതുന്നു ഇത് എന്നും നിലനിൽക്കുമെന്ന്. ഇല്ല, 2 വെയിലുകൊണ്ട് അത് വാടിക്കരിയുകയും അത് വൈക്കോലായി തുരുമ്പായി അവസാനം കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് പറത്തിക്കൊണ്ടു പോകുന്ന ധൂളികളായി തുരുമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് മൊത്തം ദുനിയാവിന്റെ അവസ്ഥയാണ് മനുഷ്യ. നീ എന്ന് പറയുമ്പോൾ നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ സന്താനം, നിന്റെ സ്വാധീനം, നിന്റെ അധികാരം, ഇങ്ങനെ ദുനിയാവിന്റെ പകിട്ടുള്ള ദുനിയാവിന്റെ വർണ്ണാഭമായ അവസ്ഥകൾ എന്തൊക്കെ നിന്റെ കൈവശമുണ്ടോ അതെല്ലാറ്റിന്റെയും കഥ ഇതുപോലെ തന്നെയാണ്. അതിനാൽ അതിൽ നീ വഞ്ചിതനാകരുത്. ഒരു വെയിലിൽ വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയും പിന്നീട് അത് ഉണങ്ങിപ്പോവുകയും പിന്നീട് അത് ചവറായിത്തീരുകയും ആ തുരുമ്പ് ചീളുകൾ കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റതിനെ പറത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത്രയുള്ളൂ നിന്റെ കയ്യിലുള്ളത്. അതിനാൽ അതിൽ നീ അഹങ്കരിക്കരുത്, നീ വഞ്ചിതനായി പോകരുത്. എത്ര ആളുകളെ നമ്മൾ കാണുന്നത് ദുനിയാവിന്റെ ഇത്തരം നശ്വരമായ നൈമിഷികമായ ഈ നേട്ടങ്ങൾ കൊണ്ട്, എല്ലാമായി, എല്ലാം തികഞ്ഞു, ഇനി ആർക്കും എന്നെ മറികടക്കാൻ കഴിയില്ല, ഞാൻ എന്ന് പറഞ്ഞ് വിരാജിച്ച് അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ വിരാജിച്ച് അഹങ്കരിച്ച് നിൽക്കുന്ന എത്ര മനുഷ്യരാണ്. അവരവിടെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അല്ലാഹു ഒരു ചെറിയ വലി വലിക്കുന്നു, അതോടുകൂടി എല്ലാം കഴിയുന്നു. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ബോധ്യം ഇതൊരു മാനസികമായ പ്രവർത്തനമാണ്. അമലാക്കുന്നത് മനസ്സുകൊണ്ടാണ്, കൈകൊണ്ടല്ല, കാലുകൊണ്ടല്ല. ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നാവുകൊണ്ട് അമലാക്കുന്നുണ്ട്.
അതിലുള്ള മഅന നമ്മുടെ നമ്മൾ മനസ്സിലിട്ടിട്ട് മനസ്സുകൊണ്ടാണ് പ്രവർത്തനം. അഅ്മാൽ ഖൽബിയ, അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഔട്ട്ലുക്കിനെ തന്നെ സ്വാധീനിക്കുന്നു. ആ സ്വാധീനിക്കുകയും നമ്മുടെ ഔട്ട്ലുക്കിനെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നത് മാനസികമായ പ്രവർത്തനമാണ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്, അഅ്മാലുൽ ഖൽബാണ്. ഈ അഅ്മാലുൽ ഖൽബ് അത് തത്ബീഖ് ചെയ്യുക, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ആ നിലക്ക് അപ്പോഴാണ് എഴുത്തിബാർ വരുന്നത്, ഗുണപാഠം ഉൾക്കൊള്ളുന്നത്. ഇത്തരത്തിലുള്ള മസലുകൾ പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്ത കഥകൾ പറഞ്ഞാൽ, ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മനസ്സുകൊണ്ട് പ്രവർത്തിക്കണം. അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് അത് ശരിക്ക് പ്രവർത്തിക്കണം. മനസ്സതിലുണ്ട് പ്രവർത്തിച്ചാൽ അത് നമ്മുടെ മനോഭാവത്തെ, അത് നമ്മുടെ ഔട്ട്ലുക്കിനെ മാറ്റും. അത് അഹങ്കാരത്തിൽ നിന്ന് നമ്മെ വിനയത്തിലേക്ക് കൊണ്ടുവരും. അത് വഞ്ചിതരായി, എല്ലാം മറന്ന്, മതിമറന്ന് വഞ്ചിതരായി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് യാഥാർത്ഥ്യബോധത്തിലേക്കും താഴ്മയിലേക്കും അത് മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരും. എന്ന് മാത്രമല്ല, ആ അവസ്ഥയിലേക്ക് വരുന്നതോടുകൂടി മൊത്തം അങ്ങനെയുള്ള മനുഷ്യന്മാര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവര് കസ്സറല്ല അംസാലുഹും, അത്തരക്കാരിവിടെ ഉണ്ടെങ്കിൽ അവരൊരു ഐശ്വര്യമാണ്, അവരൊരു ബർക്കത്താണ്, അതൊരു ഈ ലോകത്തിന്, ഈ സമൂഹത്തിനുള്ള ഒരു ബറക്കത്താണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആയത്ത് നൽകിയിട്ടുള്ളത്. ഈ നിലക്കാണ് നമ്മൾ വായിച്ചു പോകേണ്ടത്. ഞാൻ ഇന്ന് രണ്ട് കാര്യമാണ് ഈ ആയത്ത് കൊണ്ട്, ഇതിനപ്പുറത്തേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ 2 കാര്യം. ആദ്യം, റമദാൻ മാസത്തിൽ ഖുർആൻ നമ്മൾ പഠിക്കണം, മുദാറസ നടത്തണം. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മാസം. റമദാനിന്റെ സവിശേഷതകളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഖുർആനുമായിട്ടാണ്. അതുകൊണ്ട് റമദാനിൽ ധാരാളം ഇബാദത്തുകളും ത്വാഅത്തുകളും നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ മുൻഗണന നൽകേണ്ട ത്വാഅത്ത് മുദാറസത്തുൽ ഖുർആൻ തന്നെയാണ്. അതിന് നമ്മൾ പ്രത്യേകമായ സമയം കാണണം. ആ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. രണ്ടാമത്തേത് 45-ാമത്തെ സൂക്തം, സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ സൂക്തം, അതൊരു ദൃഷ്ടാന്തമാണ്, അഥവാ മസലാണ്. ചിലപ്പോൾ നമ്മൾ ഉപമ എന്ന് പറയും, അത് സൗകര്യപ്രകാരം മലയാളത്തിൽ തോന്നുന്നത് പറഞ്ഞു, അല്ലാതെ ഇപ്പം എന്താ, മലയാളത്തിന് അത്രയ്ക്കേ ഉള്ളൂ. ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം എന്താന്ന് ചോദിച്ചാൽ, അത് ദൃഷ്ടാന്തങ്ങളിലൂടെ കാര്യം അള്ളാഹു നമുക്ക് സുതരാം വ്യക്തമാക്കി തരികയാണ്. അത് ആ ദൃഷ്ടാന്തം എന്ത് എന്നത് വിവരിച്ചു. അത് വളരെ ലളിതമാണ്, ഏതൊരാൾക്കും മനസ്സിലാകാവുന്നതാണ്. ഐഹിക ജീവിതത്തിനുള്ള മസല്, ദൃഷ്ടാന്തം, അത് അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കി, ആ വെള്ളം മുഖേന ഈ ഭൂമുഖത്ത് എല്ലാ തരത്തിലുള്ള സസ്യലതാദികളും ഇടകലർന്ന് ഇടതൂർന്ന് വളർന്നു വന്നു. ആരുടെയും മനസ്സിനെയും കണ്ണിനെയും ആകർഷിക്കാൻ പറ്റുന്ന വിധത്തിൽ അത് തഴച്ചു വളർന്നു നിൽക്കുന്ന അതിമനോഹരമായ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ അത് നീളുന്നില്ല. 2 വെയിലിൽ അത് ഉണങ്ങുകയും വാടുകയും കരിയുകയും ചവറായി തീരുകയും ആ തുരുമ്പുകൾ, ധൂളികൾ കാറ്റ് പറത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് നമ്മൾ നിമിഷ നേരം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് മനുഷ്യ ഐഹിക ജീവിതത്തിന്റെ അവസ്ഥ. മൊത്തത്തിൽ നിന്റെ ആരോഗ്യമാകട്ടെ, നിന്റെ സമ്പത്താകട്ടെ, നിന്റെ സന്താനങ്ങളാകട്ടെ, നിന്റെ സ്വാധീനമാകട്ടെ, നിന്റെ അധികാരമാകട്ടെ, നിന്റെ പ്രശസ്തിയാകട്ടെ, ഇങ്ങനെ ദുനിയാവിൽ നിന്ന് നിന്നെ ആകർഷിക്കുന്ന, നിനക്ക് പകിട്ട് നൽകുന്ന എന്തെന്ത് കാര്യങ്ങളുണ്ടോ എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ ആശയം, ഈ ദൃഷ്ടാന്തം കേട്ടിട്ട് അമലാക്കേണ്ടത്, എങ്ങനെയാക്കേണ്ടത്? കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ? അത് ആദ്യം നാവുകൊണ്ടാണ്. അത് നമ്മൾ വായിക്കുന്നു. വളരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. ഇത് മൈൻഡ് റീഡിങ് അതല്ല നടത്തേണ്ടത്, ലിപ്സ് കൊണ്ട്, നമ്മുടെ നാവും ചുണ്ടും ഇളകിക്കൊണ്ട് പാരായണം ചെയ്യണം. ഇതാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ട രൂപം. അപ്പൊ അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നാവ് കൊണ്ട് നമ്മൾ അതിനെ അമലാക്കി, പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മആനി, ആ ദൃഷ്ടാന്തം അത് മനസ്സിലാക്കി, പിന്നെ നമ്മുടെ
കൽബാണ്, നമ്മുടെ ഹൃദയമാണ് അതിന്മേൽ അമല് ചെയ്യേണ്ടത്. അത് ഹൃദയം അതിന്മേൽ അമല് ചെയ്യുമ്പോൾ ഈ ദുനിയാവിൽ ആർക്ക് എവിടെ എന്തൊക്കെ കിട്ടിയാലും അത് നശ്വരമാണ്, വളരെ ചുരുങ്ങിയതാണ്, നൈമിഷികമാണ്, പെട്ടെന്ന് നശിച്ചു പോകാനുള്ളതാണ്, ഒരിക്കലും നിലനിൽപ്പില്ലാത്തതാണ്, അതൊരിക്കലും തന്നെ അതിന് ശാശ്വതികത്വമില്ലാത്തതാണ്, അത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. ഏതുപോലെ മഴ ഇറങ്ങി ഭൂമിയിൽ സസ്യലതാദികൾ ഇടതൂർന്ന് വളർന്നു വന്നു, രണ്ട് വെയിലറിച്ചപ്പോൾ അതെല്ലാം കരിഞ്ഞ് അതെല്ലാം ധൂളിയായി തകർന്ന് പോകുന്നത് പോലെ നമ്മൾ നോക്കി നിൽക്കേ തകർന്നു പോകുന്നതാണ്. അതിൽപ്പെട്ടതാണ് മനുഷ്യ നിനക്ക് കിട്ടിയ ഈ ദുനിയാവിൽ കിട്ടിയ എല്ലാം. നിന്റെ ആയുസ് എങ്ങനെയാണ്? പെട്ടെന്ന് തീരുന്നു. നിന്റെ ആരോഗ്യം എങ്ങനെയാണ്? പെട്ടെന്ന് ക്ഷയിക്കുന്നു. നിന്റെ സമ്പത്ത് എങ്ങനെയാണ്? പെട്ടെന്ന് വരുന്നു, അതേപോലെ തന്നെ വന്ന വഴിയെ അത് തിരിച്ചു പോകുന്നു. നിന്റെ സന്താനങ്ങളാണെങ്കിലും അതുപോലെ നിനക്കുള്ള സ്വാധീനമാണെങ്കിലും അധികാരമാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതിനാൽ നീ ഒരിക്കലും തന്നെ അതിൽ വഞ്ചിതനാകരുത്, നീ അഹങ്കരിക്കരുത്, നീ വിനയത്തിലേക്ക് താഴ്മയിലേക്ക് വരണം എന്നതാണ്. ആ മനസ്സ് അതിൽ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഔട്ട്ലുക്കിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ മനോഭാവത്തിലുണ്ടാക്കുന്ന, നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുമ്പോൾ ആ മനോഭാവം പിന്നെ നമ്മുടെ വാക്കിനെ, നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ സമീപനത്തെ ഒക്കെ മാറ്റും. നമ്മൾ പുതിയൊരു മനുഷ്യനാകും, വിനയമുള്ള മനുഷ്യൻ, അല്ലാണ്ട് അഹങ്കാരിയായൊരു രാഷ്ട്രീയക്കാരനല്ല. ചില നേതാക്കന്മാരൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താ, അവര് ആ അധികാരത്തിലിരിക്കുമ്പോൾ എന്നുണ്ടാകുന്നതാണ്. എന്നുണ്ടാവില്ല. എന്നുണ്ടാവുമെങ്കിൽ അവന്റെ കയ്യിൽ ഇത് വരാൻ പാടില്ല. വേറൊരാളെ കയ്യിൽ നിന്ന് പോയതുകൊണ്ടാണല്ലോ അവന്റെ കയ്യിൽ ഇത് വന്നത്. നമുക്കറിയാം, ലെബനീസ് പാർലമെന്റിന്റെ പ്രധാന കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാക്ക്, ലൗദാ മഹാദൽ അംറു ലി അഹദിൻ ഖബ്ലക ലമാ സ്വാറ ഇലൈക. ഈ അധികാരം, ഈ അതോറിറ്റി, ഈ അധികാരം ഏതെങ്കിലും ഒരാൾക്ക് സ്ഥിരമായി കിട്ടിയിരുന്നുവെങ്കിൽ, ആരുടെയെങ്കിലും കയ്യിൽ അത് നിത്യമാകുമായിരുന്നുവെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നില്ലല്ലോ. അപ്പൊ നിന്റെ കയ്യിൽ അത് വന്നു അതിന്റെ അർത്ഥം ഒരാളുടെയും കയ്യിൽ അത് നിത്യമായി നിൽക്കുകയില്ല, നിന്റെ കയ്യിലും നിത്യമായി നിൽക്കാൻ പോകുന്നില്ല, മറ്റുള്ളവരുടെ കയ്യിലേക്കും പോകാനുള്ളതാണ്. ഇതൊരു ധാരണ വേണം. ഇത് മനുഷ്യനെ മാറ്റും, അവന്റെ വാക്കിനെ മാറ്റും, അവന്റെ പ്രവർത്തനത്തെ മാറ്റും, അവന്റെ സമീപനത്തെ മാറ്റും, അവന്റെ ചിന്താരീതിയെ മാറ്റും, അവനെ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് അവനൊരു മനുഷ്യനാക്കി മാറ്റും, അവനെ വിനീതനായൊരു ദാസനാക്കി മാറ്റും. അപ്പോ അള്ളാന്റെ സൃഷ്ടി എന്ന് പറയുന്ന അബ്ദിൽ നിന്ന് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സവിശേഷമായ ഉബൂദിയ്യത്തുള്ള അടിമകളുടെ കൂട്ടത്തിലേക്ക് അവന് മാറാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഫലം. ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കുകയും അമലാക്കുകയും ചെയ്യേണ്ടത്. ഇന്നത്തേത് ഈ ഖദറോടുകൂടി അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ തുടരാം. ഞാൻ മിക്സലറിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് എനിക്കൊരു പിടുത്തല്ലതാണ്, അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ഖുർആൻ പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട രീതിക്ക് ഒരു തുടക്കം അത് നിങ്ങളെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. വബിഹാദൽ ഖദർ അക്തഫിൽ യൗം وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة إنه سميع قريب مجيب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.